യശ്വന്ത് ഇങ്ങനെ ഒരു ജനറ്റിക് ആയിട്ടുള്ളൊരു മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു അസുഖം. അത് ജനിച്ച് ഒരു 2 മാസമായപ്പോൾ അസുഖം കണ്ടിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ മെഡിക്കൽ കോളേജിലൊക്കെ കാണിച്ച് ആ കാലത്ത് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് ഒരു 1.5-2 വയസ്സ് വരെ ട്രീറ്റ്മെൻ്റ് എടുത്ത് പിന്നെ അതങ്ങനെ അങ്ങോട്ട് മാറി. പിന്നെ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഈ അസുഖം വീണ്ടും വരുന്നത്. അപ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജ് കാണിച്ച് അപ്പോൾ അവിടുന്ന് അവർ പറഞ്ഞത് ജനറ്റിക് ആയിട്ടുള്ള അസുഖമാണ്. അപ്പം അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനൊന്നും പറ്റൂല, ഇടക്ക് വന്നും പോയി ഇങ്ങനെ കളിക്കുന്നു പറഞ്ഞ് പിന്നെ അവിടുന്ന് ഞങ്ങൾ സഹകരണ ഹോസ്പിറ്റലിൽ കാണിച്ച്. അപ്പോൾ അവിടെ കാണിച്ചപ്പോഴും അവർ ഇതന്നെ അഭിപ്രായം പറഞ്ഞത്, പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റൂല എന്ന്. പിന്നെ മൈത്ര ഹോസ്പിറ്റലിൽ, പിന്നെ രാജേന്ദ്ര ഹോസ്പിറ്റലിൽ, പിന്നെ മിംസിൽ, ഇപ്പം ലാസ്റ്റായിട്ട് മിംസിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ വൈദ്യരെ പറ്റി അറിഞ്ഞ് അപ്പം ഞാൻ വൈദ്യരെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചു, ഇങ്ങനെ ഒരു അസുഖം ഉണ്ട് മോന്, അപ്പം അത് മാറ്റിയെടുക്കാൻ പറ്റുമോ. അപ്പോൾ വൈദ്യർ പറഞ്ഞു മോനെ ഒന്ന് കൊണ്ടുപോവാ, ഞാൻ നോക്കട്ടെ, എന്നെക്കൊണ്ട് പറ്റണതാണെങ്കിൽ ഞാൻ മാറ്റിയെടുക്കും, കണ്ടാലേ പറയാൻ പറ്റുള്ളൂ പറഞ്ഞ്. വരുന്ന സമയത്ത് മോന് ബിലിറുബി എന്ന് പറഞ്ഞത് 21 ഉണ്ടായിരുന്നു. പിന്നെ അത് വൈദ്യര് നോക്കിയൊക്കെ പറഞ്ഞ് ഞാനൊരു മരുന്ന് തരാം, അതൊന്ന് കുടിച്ച് നോക്കിയിട്ട് എങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞ്. പിന്നെ അവിടുന്ന് ഞങ്ങളൊരു 10 ദിവസം വരെ ആ മരുന്ന് കുടിച്ച് ടെസ്റ്റ് ചെയ്ത്. അപ്പം അത് 8 പോയിന്റോളം ഒറ്റയടിക്ക് കുറഞ്ഞ്. സാധാരണ നമ്മൾ മിംസിലൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 ആഴ്ചയൊക്കെ മരുന്ന് തന്നിട്ട് ചെയ്യും. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ 1 പോയിന്റ് 2 പോയിന്റൊക്കെയാണ് കുറയൽ. പക്ഷെ ഇവിടുന്ന് നല്ല വ്യത്യാസത്തിൽ തന്നെ അത് കാണിച്ച്. പിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്ത് ഇവിടെ വന്ന് വൈദ്യരെയും കണ്ട് സെനു ഡോക്ടറെയും കണ്ടു. അപ്പോൾ അവർ പിന്നെ മരുന്ന് അങ്ങനെ ഓരോന്ന് പിന്നെ അങ്ങനെ മരുന്ന് തന്നുകൊണ്ട് നിന്ന്. പിന്നെ അവിടുന്ന് ഒരു 6 ദിവസം കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത്. അപ്പം അതും ഇതേപോലെ ഒരു 9 പോയിന്റോളം ഒറ്റയടിക്ക് കുറഞ്ഞ്. അങ്ങനെ ഒരു പിന്നെ 2 മാസമൊക്കെ ആയപ്പോഴേക്ക് അസുഖം അങ്ങനെ പൂർണ്ണമായിട്ട് 1.1 തന്നെ എത്തി. അപ്പം എവിടുന്നും മാറാത്തൊരസുഖം ഇവിടെ വന്നപ്പോൾ എനിക്കത് മറ്റു ഹോസ്പിറ്റലിൽ നിന്നൊക്കെ മാറാന്ന് പറഞ്ഞാൽ ഇത് 9 മാസം 10 മാസമൊക്കെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തും കൊണ്ടൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ കുറഞ്ഞ് 1 പോയിന്റ് 2 പോയിന്റൊക്കെ ഇങ്ങനെ കുറഞ്ഞ് വരലുള്ളൂ. പക്ഷെ ഇവിടുന്ന് എന്താണെന്നറിയില്ല, വലിയതായിട്ട് വ്യത്യാസം കാണിച്ച്. പെട്ടെന്ന് എൻ്റെ മോന് സൂക്കേട് റിക്കവറിങ് ആയി, മോന് പണിക്കൊക്കെ പോകാനുള്ളത് വന്ന്. വരുന്ന സമയം എന്ന് പറഞ്ഞാൽ കണ്ണിലൊക്കെ മഞ്ഞ കളറും വയറൊക്കെ ലേശം ഇങ്ങനെ ചാടിയിട്ട് മേലൊക്കെ മഞ്ഞ കളറും ഒരു ഈച്ചിങ്ങാണ്, ചൊറച്ചിൽ മേലെ മൊത്തം ഒരു ചൊറച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര വിഷമമൊക്കെ ഇനി രാത്രി ഉറങ്ങലൊന്നുമില്ല. രാത്രിയും പകലും ഉറങ്ങൂല, ഭക്ഷണം കഴിക്കാൻ പറ്റൂല, അപ്പം വൊമിറ്റ് ചെയ്യാൻ വരും എന്തെങ്കിലും കഴിക്കുമ്പോൾ. അപ്പോൾ ഇവിടുത്തെ മരുന്ന് കുടിച്ചപ്പം തന്നെ നല്ല വ്യത്യാസം വന്ന്. ഇപ്പോൾ 2 മാസം കൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ട് മാറ്റി ഇവിടുത്തെ വൈദ്യര് മാറ്റി തന്ന്. ഇപ്പം ഇനി വരാതിരിക്കാനുള്ളൊരു ചെറിയ ചികിത്സ ഇപ്പം ചെയ്യുന്നുണ്ട്. അപ്പം ടെസ്റ്റ് ചെയ്തപ്പോഴൊക്കെ നോർമൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. എവിടെ കൊണ്ടുപോയിട്ടും ആകാത്തൊരസുഖം വൈദ്യര് മാറ്റി തന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഈ കുട്ടിക്ക് ലിവർ സംബന്ധമായിട്ടുള്ള രോഗമാണെന്ന് മനസ്സിലായി. അപ്പം തെലുങ്കിലുള്ള ഒരു എത്രയോ പുരാതന കാലത്തുള്ള ഒരു മരുന്ന്, സിദ്ധവൈദ്യത്തിലുള്ള ഒരു മരുന്ന് ഞാൻ കൊടുത്ത കുട്ടിക്ക്. ഒന്നാന്തരം മരുന്ന് പൂർവികന്മാർ ഉപയോഗിച്ച് എഴുതി വച്ചിട്ടുണ്ട്. സിദ്ധവൈദ്യത്തിൽ ഇതിൻ്റെ ഫലം പറഞ്ഞ് പന്തയം കെട്ടി നിർത്തലാവുന്ന, പന്ത്യം കെട്ടി നിർത്താൻ ഈ രോഗം. ആ മരുന്നാണ് ഞാൻ പ്രയോഗിച്ചു കൊടുത്തത്. ഫലം ചെയ്യാതെ കഴിയില്ല.